ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സഹാരി റൈസ് പ്ലസിൻ്റെ മറ്റൊരു ഇക്കണോമിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അഡ്വേഴ്സ് സെലക്ഷനെ കുറിച്ചൊക്കെ പഠിച്ചു അല്ലേ. അപ്പോൾ ഇന്ന് ഇൻഫർമേഷൻ ഇക്കണോമിക്സിൽ തന്നെ മറ്റൊരു കോൺസെപ്റ്റാണ് മോറൽ ഹസാർഡ്. ഓക്കെ, എന്താണ് മോറൽ ഹസാർഡ് എന്ന് നോക്കാം. മോറൽ ഹസാർഡ് ഈസ് എ കോൺസെപ്റ്റ് യൂസ്ഡ് ഇൻ ഇൻഷുറൻസ്. അതായത് ഇൻഷുറൻസ് മാർക്കറ്റിലാണ് കൂടുതൽ ഈ മോറൽ ഹസാർഡ് എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? മോറൽ ഹസാർഡ് എന്ന ടേം യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ഇൻഷുറൻസ് മാർക്കറ്റുമായി ബന്ധപ്പെട്ടൊരു കോൺസെപ്റ്റാണ് ഈ മോറൽ ഹസാർഡ്. ഇൻ ഇൻഷുറൻസ് ബിസിനസ്, one person makes the decision about how much risk to take, while someone else bears the cost if things go wrong. അപ്പോൾ എന്താണ്? ഇൻ ഇൻഷുറൻസ് ബിസിനസ്സിൽ one person makes the decision about how much to take, risk to take, while someone else bears the cost if things go wrong. എന്ത് മനസ്സിലായി? അതായത് ഇൻഷുറൻസ് ബിസിനസ്സിൽ ഒരു വ്യക്തി, ഇൻഷുറൻസ് ബിസിനസ്സിൽ രണ്ട് പാർട്ടീസ് കാണുമല്ലോ. ഇൻഷുറൻസ് കമ്പനി ഉണ്ടാകും, ഇൻഷുറൻസ് ഹോൾഡറും ഉണ്ടാകും അല്ലെ, ഇൻഷുറൻസ് പോളിസി എടുക്കുന്നവരും ഉണ്ടാകും. അവിടെ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു? മേക്സ് ദ ഡിസിഷൻ അബൌട്ട് ഹൗ മച്ച് റിസ്ക് ടു ടേക്ക്. അതായത് one person makes the decision about ഹൗ മച്ച് റിസ്ക് ടേക്ക്, എത്രത്തോളം ഞാൻ റിസ്ക് എടുക്കണമെന്നൊരു വ്യക്തി തീരുമാനിക്കുന്നു. വൈൽ someone else bears, അതേസമയം someone else bears the cost if things go wrong. അപ്പോൾ അയാൾ ആ റിസ്ക് എടുക്കുമ്പോൾ, അപ്പോൾ ഒരു വ്യക്തി, രണ്ട് പാർട്ടീസ്, അതിൽ ഒരു പാർട്ടി എന്ത് ചെയ്യുന്നു? എത്രത്തോളം റിസ്ക് എടുക്കണമെന്ന് അയാൾ തീരുമാനിക്കുന്നു. ആ റിസ്ക് എടുത്തതിൻ്റെ ഫലം ആ റിസ്ക് എടുത്തതിൻ്റെ ഫലമായിട്ട് അവിടെ റോങ് സംഭവിച്ചാൽ, ലോസ് സംഭവിക്കുമ്പോൾ അത് ആര് ബിയർ ചെയ്യേണ്ടി വരുന്നു? ആര് വഹിക്കേണ്ടി വരുന്നു? അതർ പാർട്ടി ഇത് വഹിക്കേണ്ടി വരും. പറഞ്ഞ് മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ്? one person makes the decision about how much to risk take, എത്രത്തോളം റിസ്ക് എടുക്കണമെന്ന് ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു? തീരുമാനിക്കുന്നു. while someone else bears the cost if things wrong. അപ്പോൾ എന്ത് ചെയ്യുന്നു? while someone else, മറ്റാരെങ്കിലും അല്ലെങ്കിൽ അതർ പാർട്ടി bears the cost, ആ റിസ്ക് എടുത്ത ആളിൻ്റെ ആ റിസ്കിൻ്റെ കോസ്റ്റ് എന്ത് ചെയ്യുന്നു? ആര് വഹിക്കുന്നു? രണ്ടാമത്തെ പാർട്ടി വഹിക്കുന്നു. എപ്പോഴെങ്ങനെയാണെങ്കിൽ if things go wrong, നേട്ടമുണ്ടാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ തിങ്സ് ഗോ റോങ്, അയാൾ റിസ്ക് എടുക്കുന്നതിൻ്റെ ഫലമായിട്ട്, ആ റിസ്ക് എടുത്ത ആളുടെ ഫലമായിട്ട് അവിടെ കാര്യങ്ങൾ റോങ് ആയിട്ട് പോകണമെങ്കിൽ അവിടെ വരുന്ന ആ ചിലവ് അല്ലെങ്കിൽ ആ നഷ്ടം ആര് വഹിക്കേണ്ടി വരുന്നു? മറ്റൊരു പാർട്ടി വഹിക്കേണ്ടി വരുന്നു. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ, രണ്ട് പാർട്ടീസിൽ എയും ബിയും രണ്ട് പാർട്ടീസ് ആണെങ്കിൽ എ റിസ്ക് എടുക്കുന്നു, ആ റിസ്ക് എടുക്കുന്നതിൻ്റെ കോസ്റ്റ് വഹിക്കേണ്ടത് ആരാണ്? ബി ആണ് വഹിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇതാണ് മോറൽ ഹസാർഡിൽ പറയുന്നത്. നോക്ക്, മോറൽ ഹസാർഡ് ഈസ് എ സിറ്റുവേഷൻ വെയർ ഇൻഡിവിജ്വൽ ഹാവ് ഇൻസെൻറ്റീവ്സ് അല്ലേ. മോറൽ ഹസാർഡ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ വേർ ഇൻഡിവിജ്വൽ ഹാവ് ഇൻസെൻറ്റീവ്സ്, ഇൻഡിവിജ്വൽസിന് ഇൻസെൻറ്റീവ്സ്, താല്പര്യമുണ്ടാകുന്നു. ടു ചേഞ്ച് ദെയർ ബിഹേവിയർ, എന്തിനാണ്? അവരുടെ ബിഹേവിയറിൽ മാറ്റം വരുത്താൻ. എന്ന് വെച്ചാൽ അവരുടെ ബിഹേവിയറിൽ മാറ്റം വരുത്താൻ ഒരു താല്പര്യം വരുന്നു. എപ്പോഴാണ്? വെൻ ദെയർ റിസ്ക് ഈസ് ബോൺ ബൈ അതേഴ്സ്. അതായത് ഒരാളുടെ റിസ്ക്, ഇപ്പം ഞാൻ റിസ്ക് എടുത്താൽ കുഴപ്പമില്ല. ഇപ്പം നമുക്ക് എപ്പോഴും റിസ്ക് എടുക്കാൻ എല്ലാവരും താല്പര്യപ്പെടത്തില്ല. കാരണം റിസ്ക് എടുക്കുമ്പോൾ നഷ്ട സാധ്യത കൂടുതലാണ് അല്ലേ. അപ്പോൾ പക്ഷേ ഞാൻ റിസ്ക് എടുത്താലും എൻ്റെ നഷ്ടം അല്ലെങ്കിൽ എനിക്കുണ്ടാകുന്ന നഷ്ടം മറ്റൊരാൾ വഹിക്കുമെങ്കിൽ, വേറെ ആരെങ്കിലും ഒരാൾ വഹിക്കുമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ കൂടുതൽ റിസ്ക് എടുക്കാൻ തയ്യാറാകും. ശരിയല്ലേ? ഇപ്പം നിങ്ങൾ റിസ്ക് എടുക്കാൻ ഇങ്ങനെ മടിച്ചു നിൽക്കുകയാണ്. അപ്പോഴാണ് പറയുന്നത്, നിങ്ങൾ എത്രത്തോളം റിസ്ക് എടുത്താലും ആ റിസ്കിൻ്റെ ഫലം എന്തോ ആയിക്കോട്ടെ അത് ഞാൻ വഹിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ മുന്നോട്ട് വരുന്നു. അപ്പോൾ എന്താണ്? നമ്മുടെ ബിഹേവിയറിൽ ചേഞ്ച് വരും. നമ്മൾ എന്ത് ചെയ്യും? റിസ്ക് എടുക്കണ്ട എന്ന് കരുതിയ ആൾ പോലും റിസ്ക് എടുക്കും. ഇറ്റ് ഈസ് മോറൽ ഹസാർഡ്. ഇത് നമ്മുടെ മൊറാലിറ്റിയിൽ ഒരു വ്യത്യാസം വരുന്നു. പറഞ്ഞ് മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ആ പേര് കൊടുത്തിരിക്കുന്നത് മോറൽ ഹസാർഡ്. അപ്പോൾ മോറൽ ഹസാർഡ് ഈസ് എ സിറ്റുവേഷൻ വെയർ ഇൻഡിവിജ്വൽ ഹാവ് ഇൻസെൻറ്റീവ്സ്, ഇൻഡിവിജ്വൽസിനൊരു ഇൻസെൻറ്റീവ് ഉണ്ടാകുന്നു, താല്പര്യമുണ്ടാകുന്നു. ടു ചേഞ്ച് ദെയർ ബിഹേവിയർ, അവരുടെ ബിഹേവിയറിൽ മാറ്റം വരുത്താൻ. എപ്പോഴാ? വെൻ ദെയർ റിസ്ക് ഈസ് ബോൺ ബൈ അതേഴ്സ്, അവരുടെ റിസ്ക് മറ്റൊരാൾ ഏറ്റെടുക്കുമ്പോൾ, ഒരാളുടെ റിസ്ക് മറ്റൊരാൾ ഏറ്റെടുക്കുമ്പോൾ. ഓക്കെ, ഇൻ അതർ വേർഡ്സ്, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, മോറൽ ഹസാർഡ് ഈസ് എ സിറ്റുവേഷൻ വിച്ച് one party gets involved in a risky event knowing that it is protected against the risk and the other party will incur the cost. അപ്പോൾ എന്താണ്? മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇങ്ങനെ പറയാം, മോറൽ ഹസാർഡ് എന്താണ്? മോറൽ ഹസാർഡ് ഈസ് എ സിറ്റുവേഷൻ വിച്ച് one party gets involved in a risky event. One party gets involved in a risky event. ഒരു റിസ്കി ഇവന്റിൽ പങ്കെടുക്കുന്ന ഒരാൾക്ക് അറിയാൻ കഴിയുന്നു that it is protected against the risk. കാരണം ഞാനിപ്പോൾ ഒരു റിസ്ക് എടുക്കാൻ പോവുകയാണ്. ആ റിസ്ക് എടുക്കാൻ പോകുന്ന എനിക്കറിയാം. അതെന്ത് ചെയ്യുന്നു? ആ റിസ്കിൽ നിന്ന് എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ആരോ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. എന്തോ കാര്യം കൊണ്ട് ഞാൻ പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നെനിക്കറിയാം.
ആൻഡ് അതർ പാർട്ടി വിൽ ഇൻകർ ദ കോസ്റ്റ്. അതുപോലെ എനിക്കറിയാം വേറൊരു പാർട്ടിയാണ് അതിന്റെ കോസ്റ്റ് വഹിക്കാൻ പോകുന്നത്. ഞാൻ എന്താണെന്ന് വെച്ചാൽ സിമ്പിളായി പറഞ്ഞാൽ എന്ത് കാണിച്ചാലും അതിന്റെ ഫലം അല്ലെങ്കിൽ അത് ആര് പ്രൊട്ടക്ട് ചെയ്തോളും, വേറെ ആരെങ്കിലും അത് പ്രൊട്ടക്ട് ചെയ്തുകൊള്ളും. അതുകൊണ്ട് എനിക്ക് എന്തും കാണിക്കാം എന്നൊരു ബിഹേവിയർ എനിക്ക് വരുന്നു. ഇറ്റ് ഈസ് കാൾഡ് മോറൽ ഹസാർഡ്. ഓക്കെ, ഇനി എ മോറൽ ഹസാർഡ് ഇൻ ഇക്കണോമിക്സ് ഈസ് എ റിസ്ക് that a person or business is willing to take because the negative effects will not be felt by those taking the risk. അപ്പോൾ വേറൊരു തരത്തിൽ ഇങ്ങനെ പറയാം, മോറൽ ഹസാർഡ് ഇൻ ഇക്കണോമിക്സ് ഈസ് എ റിസ്ക്. ഇക്കണോമിക്സിൽ എന്താണത്? റിസ്ക് ആണ് മോറൽ ഹസാർഡ് എന്ന് പറയുന്നത്. ദാറ്റ് എ പേഴ്സൺ ഓർ ബിസിനസ് ഈസ് വില്ലിംഗ് ടു ടേക്ക്, അല്ലെ, ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സോ എടുക്കാൻ പോകുന്ന റിസ്ക് ആണ് മോറൽ ഹസാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് എന്തുകൊണ്ടാണ്? ദ നെഗറ്റീവ് ഇഫക്ട്സ് വിൽ നോട്ട് ബി ഫെൽറ്റ് ബൈ ദോസ് ടേക്കിംഗ് ദ റിസ്ക്. കാരണം അവർ റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നു, എല്ലാവരും റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നു. ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ബിസിനസ്സോ റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നു. കാരണം എന്താണ്? ദ നെഗറ്റീവ് ഇഫക്ട്സ്, ആ റിസ്കിലൂടെ ഉണ്ടാകുന്ന നെഗറ്റീവ് ഇഫക്ട്സ് വിൽ നോട്ട് ബി ഫെൽറ്റ് ബൈ ദോസ്, അവർക്ക് അനുഭവപ്പെടുകയില്ല, റിസ്ക് എടുക്കുന്ന ആളിന് അനുഭവപ്പെടുന്നില്ല. ബിക്കോസ് അല്ലേ എന്ത് ചെയ്യുന്നു? ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ സം അതർ. ഇതിനെ എന്ത് ചെയ്യപ്പെടുന്നു? അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഈ ലോസ് വഹിക്കാൻ ആളുണ്ട്, ടേക്കിംഗ് റിസ്ക്. അതായത് അതുകൊണ്ടാണ് പറയുന്നത് റിസ്ക്, അല്ലേ, മോറൽ ഹസാർഡ് ഇൻ ഇക്കണോമിക്സ് ഈസ് എ റിസ്ക് that a person or business is willing to take. അവരെന്ത് ചെയ്യുന്നു? ഒരു വ്യക്തിയോ ബിസിനസ്സോ റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നു. ബിക്കോസ് എന്തുകൊണ്ടാണ്? നെഗറ്റീവ് ഇഫക്ട്സ് വിൽ നോട്ട് ബി ഫെൽറ്റ് ബൈ ദോസ് ടേക്കിംഗ് ദ റിസ്ക്. ആ റിസ്ക് എടുക്കുന്ന ആളിന് അതിന്റെ നെഗറ്റീവ് ഇഫക്റ്റ് ഫീൽ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടാകുന്നില്ല. കാരണം ആ നെഗറ്റീവ് ഇഫക്റ്റ് വേറൊരാളിലേക്ക് പാസ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ആ റിസ്കിനെ വേറെ ആരോ പ്രൊട്ടക്ട് ചെയ്യുന്നു. പറഞ്ഞു മനസ്സിലായില്ലേ? ഇനി ദ ഫ്രൈസ് മോറൽ ഹസാർഡ്, ഒരു ഫ്രൈസ്, ഇംഗ്ലീഷ് ഫ്രൈസ് ആണ് ഈ വാക്കെന്ന് പറയുന്നത്. മോറൽ ഹസാർഡ് എന്ന് പറയുന്നത് ഒറിജിനലി കംസ് ഫ്രം ദ ഇൻഷുറൻസ് വേൾഡ്. അത് എവിടെ നിന്നാണ് ഈ ഒരു ഫ്രൈസ് ഉണ്ടായി വന്നത്? ഇൻഷുറൻസ് വേൾഡിൽ നിന്നാണ്, ഇൻഷുറൻസ് സെക്ടറിൽ നിന്നാണ്. ആൻഡ് ഈസ് ബേസ്ഡ് ലാർജ്ലി ഓൺ ദ ഫാക്ട് ദാറ്റ് ഈച്ച് പാർട്ടി ഹാസ് ഡിഫറെന്റ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ സിറ്റുവേഷൻ. ഇനി ആൻഡ് ഈസ് ബേസ്ഡ്, ഈ മോറൽസ് നമ്മൾ അഡ്വേഴ്സ് സെലക്ഷന്റെയും കാരണം അസിമെട്രിക് ഇൻഫർമേഷൻ ആണെന്ന് പഠിച്ച ഓർമ്മയുണ്ടോ? അഡ്വേഴ്സ് സെലക്ഷന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്? അസിമെട്രിക് ഇൻഫർമേഷൻ. ഈ മോറൽ ഹസാർഡിന്റെയും കാരണം എന്താണ്? അപ്പൊ ഈ മോറൽ ഹസാർഡ് എന്ന് പറയുന്ന ഫ്രൈസ് പ്രധാനമായിട്ട് അല്ലെങ്കിൽ അല്ലേ അത് എവിടെ നിന്നാണ് വന്നത്? ഇൻഷുറൻസ് വേൾഡിൽ, ഇൻഷുറൻസിൽ സെക്ടറിൽ നിന്നാണ് ഈ ഒരു വേർഡ് ഉണ്ടായി വന്നത്. ആൻഡ് ഈസ് ബേസ്ഡ് ലാർജ്ലി ഓൺ, ഈ ഒരു പ്രശ്നം പ്രധാനമായിട്ട് എന്തിനെ ബേസ് ചെയ്തിരിക്കുന്നു? ഫാക്ട് ദാറ്റ് ഈച്ച് പാർട്ടി ഹാസ് ഡിഫറെന്റ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ സിറ്റുവേഷൻ. അവിടെ പങ്കെടുക്കുന്ന ആ ഒരു ഇൻഷുറൻസ് സെക്ടറിൽ പങ്കെടുക്കുന്ന രണ്ട് പാർട്ടീസിനും ഡിഫറെന്റ് ഇൻഫർമേഷൻ ഉണ്ടാകുന്നതിന്റെ ഫലമായിട്ടാണ് ഈ മോറൽ ഹസാർഡ് ഉണ്ടാകുന്നത്. ദാറ്റ് മീൻസ് അസിമെട്രിക് ഇൻഫർമേഷൻ ആണ് ഇതിനും കാരണം. ഈ മോറൽ ഹസാർഡിന്റെ ബേസിക് റീസൺ എന്ത് തന്നെയാണ്? അസിമെട്രിക് ഇൻഫർമേഷൻ. ഇനി സ്പെസിഫിക്കലി ഡിഫറിംഗ് ഇൻഫർമേഷൻ ഓൺ ദ ആക്ച്വൽ ലെവൽ ഓഫ് റിസ്ക്. അപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റും എന്താണ്? ദ ഫ്രേസ് മോറൽ ഹസാർഡ് ഒറിജിനലി കംസ് ഫ്രം ദ ഇൻഷുറൻസ് വേൾഡ് ആൻഡ് ഈസ് ബേസ്ഡ് ലാർജ്ലി ഓൺ ദ ഫാക്ട് ദാറ്റ് ഈച്ച് പാർട്ടി ഹാസ് ഡിഫറെന്റ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ സിറ്റുവേഷൻ. സ്പെസിഫിക്കലി ഡിഫറിംഗ്, എടുത്ത് പറഞ്ഞാൽ ഈ ഡിഫറിംഗ് ഇൻഫർമേഷൻ ഓൺ ദ ആക്ച്വൽ ലെവൽ ഓഫ് റിസ്ക്, അതായത് യഥാർത്ഥ റിസ്കിനെ കുറിച്ച് ഡിഫറിംഗ് ഇൻഫർമേഷൻ ആണ്. രണ്ട് പാർട്ടിക്കും വ്യത്യസ്തമായിട്ടുള്ള ഇൻഫർമേഷൻ ആണ് കിട്ടുന്നത്. എന്നുവെച്ചാൽ രണ്ട് പാർട്ടിക്കും ഒരുപോലുള്ള ഇൻഫർമേഷൻ അല്ല ലഭ്യമാകുന്നത്. അപ്പോൾ അവരെടുക്കാൻ പോകുന്ന റിസ്കിനെ കുറിച്ച് ആ റിസ്ക് എടുക്കുന്ന ആളിനും അതുപോലെ അത് പ്രൊട്ടക്ട് ചെയ്യുന്ന ആളിനും വ്യത്യസ്തമായ ഇൻഫർമേഷൻ, ആ ഡിഫറെന്റ് ഇൻഫർമേഷന്റെ ഫലമായിട്ടാണ് ഈ മോറൽ ഹസാർഡ് ഉണ്ടാകുന്നത്. അപ്പോൾ ഡിഫറിംഗ് ഇൻഫർമേഷൻ ആണ് എന്തിന് കാരണമായിട്ട് വരുന്നത്? മോറൽ ഹസാർഡിന് കാരണമാകുന്നത്. ഓക്കെ, ഇനി ദ ഇഷ്യൂ ഓഫ് മിസ്ഇൻഫർമേഷൻ ഓർ അൺഈക്വൽ ഇൻഫർമേഷൻ ഈസ് ദാറ്റ് both the parties are not on the same page. എന്ന് വെച്ചാൽ എന്താണ്? the issue of misinformation, ഏത് ഇഷ്യൂ? ഈ മിസ്ഇൻഫർമേഷൻ ഓർ അൺഈക്വൽ ഇൻഫർമേഷൻ. അപ്പോൾ ഈ മോറൽ ഹസാർഡ് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? മിസ്ഇൻഫർമേഷൻ, തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ, ശരിയായ രീതിയിൽ ഇൻഫർമേഷൻ കിട്ടാത്തത്, അല്ലെങ്കിൽ അൺഈക്വൽ ഇൻഫർമേഷൻ, രണ്ട് പാർട്ടീസിനും ഒരുപോലെ ഇൻഫർമേഷൻ കിട്ടാത്ത ഒരു കാര്യത്തെക്കുറിച്ച് രണ്ട് പാർട്ടീസിനും, അതിൽ പങ്കെടുക്കുന്ന രണ്ട് പാർട്ടീസിനും ഒരുപോലെ ഇൻഫർമേഷൻ കിട്ടാത്തത്, അൺഈക്വൽ ഇൻഫർമേഷൻ, അല്ലെ? ഈസ് ദാറ്റ് both the parties are not on the same page. അതിന്റെ കാരണം എന്താണ്? രണ്ട് പാർട്ടീസും നോട്ട് ഓൺ ദ സെയിം പേജ് എന്ന് വെച്ചാൽ ഒരുപോലെയല്ല. അപ്പോൾ ഇഷ്യൂ ഓഫ് മിസ്ഇൻഫർമേഷൻ ഓർ അൺഈക്വൽ ഇൻഫർമേഷൻ ഈസ് ദാറ്റ് ബോത്ത് ദ പാർട്ടീസ് ആർ നോട്ട് ഓൺ ദ സെയിം പേജ്. അപ്പോൾ മിസ്ഇൻഫർമേഷൻ ഉണ്ട്, അൺഈക്വൽ ഇൻഫർമേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? രണ്ട് പാർട്ടീസും ഒരേ ചിന്താഗതിയിലല്ല പ്രവർത്തിക്കുന്നത്. നോട്ട് ഓൺ ദ സെയിം പേജ്, ഒരേ ചിന്താഗതിയിലല്ല പ്രവർത്തിക്കുന്നത് അതിന്റെ അർത്ഥം. Such an issue is dangerous in any business situation, but particularly so in regard to taking out insurance. അതായത് such an issue is dangerous in any business situation. ഏത് ബിസിനസ് സിറ്റുവേഷനിൽ മോറൽ ഹസാർഡ് എന്ന് പറയുന്ന വിഷയം എന്താണ്? വളരെ ഡേഞ്ചറസ് ആണ്. ബട്ട് particularly so in regard to taking out insurance. പ്രത്യേകിച്ച് ഏത് കാര്യത്തിൽ? ഇൻഷുറൻസ് രംഗത്ത്. The party acquiring insurance intends to act in way that
ബെനിഫിറ്റ്സ് ദ മോസ്റ്റ് നോയിങ് ദ ഇൻഷുറൻസ് കവേഴ്സ് എനി റിസ്ക് ടേക്കൺ. അപ്പോൾ ഇൻഷുറൻസ് സെക്ടറുമായി ബന്ധപ്പെട്ടാണ് ആ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ദ പാർട്ടി അക്വയറിംഗ് ഇൻഷുറൻസ് എടുക്കുന്ന പാർട്ടി ഇന്റൻസ് ടു ആക്ട് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു ഇൻ വേ ദാറ്റ് ഇത്തരത്തിൽ ദാറ്റ് ബെനിഫിറ്റ്സ് ദ മോസ്റ്റ്. അപ്പോൾ ഞാൻ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ ഞാൻ പ്രവർത്തിക്കുന്നു. നോയിങ് അറിഞ്ഞുകൊണ്ട് ദ ഇൻഷുറൻസ് കവേഴ്സ് ദ എനി റിസ്ക് ടേക്കൺ. അപ്പോൾ ഞാൻ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? എന്ത് റിസ്ക് എടുത്താലും അത് ആര് കവർ ചെയ്യും? ഇൻഷുറൻസ് കമ്പനി കവർ ചെയ്യുമെന്ന തോന്നലിൽ ഞാൻ എന്ത് ചെയ്യുന്നു? കൂടുതൽ റിസ്ക് എടുക്കുന്നു. കാരണം കൂടുതൽ ബെനിഫിറ്റ് കിട്ടാൻ ഞാൻ ശ്രമിക്കുന്നു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, എനിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായാൽ അത് ആര് ഇൻഷുറൻസ് കമ്പനിയിലൂടെ ക്ലെയിം ചെയ്ത് കവർ ചെയ്യപ്പെടുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എന്തിനെക്കുറിച്ച് ബോധരാകത്തില്ല? എൻ്റെ ഹെൽത്തിനെ കുറിച്ച് ബോധരാകത്തില്ല. എന്തെങ്കിലും അസുഖം വന്നാലും കുഴപ്പമില്ലല്ലോ, ചികിത്സിക്കാൻ പൈസ ഉണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിക്കും. അപ്പോൾ അവിടെ എന്താണ്? എനിക്ക് ലോസ് ആണ് വരുന്നത്. കാരണം എന്താണ്? എൻ്റെ ഹെൽത്താണ് അവിടെ മോശമാകുന്നത്. അതുപോലെ വാഹന ഇൻഷുറൻസ് എടുക്കുന്നു. ഇപ്പോൾ ആക്സിഡൻറ്റ് ക്ലെയിം ഉണ്ട്, ആക്സിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ ക്ലെയിം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? വണ്ടി കെയർലെസ് ആയിട്ട് ഓടിക്കും. കൂടുതൽ എന്താണ്? ഇപ്പം ഇൻഷുറൻസ് ഇല്ലാത്ത അവസ്ഥയേക്കാൾ കെയർലെസ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യും? വണ്ടി ഓടിക്കാൻ ശ്രമിക്കും. ഇപ്പം ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഞാൻ അത്രയും കെയർഫുൾ ആയിട്ട് ഓടിക്കും. കാരണം എൻ്റെ പോക്കറ്റിലെ പൈസയാണ് പോകുന്നത്. പക്ഷേ എനിക്ക് ക്ലെയിം ഉണ്ട് എങ്കിൽ എനിക്ക് വാഹന ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് ഞാൻ കെയർലെസ് ആയിട്ട് വാഹനം ഓടിക്കുക. അപ്പോൾ അവിടെ ലോസ് ഉണ്ടാകാനുള്ള മാർക്കറ്റിൽ ലോസ് ഉണ്ടാകത്തില്ലേ? ഇതാണ് മോറൽ ഹസാർഡ്. കാരണം ഇൻഷുറൻസ് കവറേജ് ഇൻഷുറൻസ് സെക്ടറിലാണെങ്കിൽ അത് പ്രൊട്ടക്ട് ചെയ്യാൻ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ബിഹേവിയറിൽ ചേഞ്ച് വരുന്നു. ആ ക്ലെയിം പോളിസി എടുത്തിട്ടുള്ള ആളുകൾ ബിഹേവിയറിൽ ചേഞ്ച് വരുന്നു. ഇറ്റ് ഈസ് മോറൽ ഹസാർഡ്. ഓക്കെ, അടുത്ത നോക്ക്. ദ മോറൽ ഹസാർഡ് ഒക്കേഴ്സ് വെൻ എ പേഴ്സൺസ് ഓർ ഫേംസ് ബിഹേവിയർ മേ ചേഞ്ച് ആഫ്റ്റർ ബൈയിങ് ഇൻഷുറൻസ് so that it increases the probability of theft, fire, illness or other accident. അപ്പോൾ നോക്ക്, ഇൻഷുറൻസ് സെക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ എക്സാമ്പിൾ പറയുന്നത്. ദ മോറൽ ഹസാർഡ് ഒക്കേഴ്സ്, അല്ലെ, മോറൽ ഹസാർഡ് ഉണ്ടാകുന്നു വെൻ, അപ്പോൾ എ പേഴ്സൺസ് ഓർ ഫേംസ് ബിഹേവിയർ മേ ചേഞ്ച്. എപ്പോഴാണ് ഇത് ഉണ്ടാകുന്നത്? ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ ബിഹേവിയർ ചേഞ്ച് ചെയ്യുമ്പോഴാണ് ഇത് ഉണ്ടാകുന്നത്. എപ്പോഴാണ് ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്നത്? ആഫ്റ്റർ ബൈയിങ് ഇൻഷുറൻസ് ബൈ ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ ഇൻഷുറൻസ് പോളിസി എടുത്തതിന് ശേഷമാണ് നമ്മുടെ ബിഹേവിയറിൽ ചേഞ്ച് വരുന്നത്. നമ്മുടേതാകെ ഒരു വ്യക്തിയാകാം, ഒരു സ്ഥാപനമാകാം. അപ്പോൾ ഇൻഷുറൻസ് എടുത്തു കഴിയുമ്പോൾ അതിനുശേഷം എന്ത് വരുന്നു? പിന്നെ നമ്മുടെ മോറൽ ഹസാർഡ് ഉണ്ടാകുന്നു, മീൻസ് ബിഹേവിയറിൽ ചേഞ്ച് വരുന്നു. സോ ദാറ്റ് അതിന്റെ ഫലമായിട്ട് എന്തുണ്ടാകുന്നു? ഇറ്റ് ഇൻക്രീസസ് ദ പ്രോബബിലിറ്റി ഓഫ് എന്തിനുള്ള സാധ്യത ഉണ്ടാകുന്നു? തെഫ്റ്റ്, മോഷണത്തിന്റെ സാധ്യത ഉണ്ടാകുന്നു. ഫയർ, തീപിടുത്തത്തിന്റെ സാധ്യത ഉണ്ടാകുന്നു, അല്ലേ? ഇൽനെസ് ഓർ അതർ ആക്സിഡന്റ്. അപ്പോൾ ബിഹേവിയർ ചേഞ്ച് വരുന്നു. ഞാൻ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് എൻ്റെ സാധനങ്ങൾ മോഷണം പോയാലും കുഴപ്പമില്ല, ഞാൻ കെയർലെസ് ആയി മാറും. അപ്പോൾ അവിടെ തെഫ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയില്ലേ? അതുപോലെ കമ്പനി ഫയറിനെതിരെ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, കമ്പനിയിൽ തീപിടുത്തം ഉണ്ടായാലും പ്രശ്നമില്ല. അപ്പോൾ ഞാൻ ഇൻഷുറൻസ് ഉണ്ടല്ലോ, ഞാൻ പേടിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെയുള്ള ഇൻഷുറൻസ് എടുക്കുന്നതിന് മുമ്പുള്ള കെയർ ഇൻഷുറൻസ് എടുത്തതിന് ശേഷം വരില്ല. കാരണം ബിഹേവിയർ ചേഞ്ച് വന്നു. ഫയർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തവർക്ക് ഇൽനെസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതർ ആക്സിഡന്റ്, വാഹനം മേടിച്ചവർക്ക് ആക്സിഡന്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ബിഹേവിയർ ചേഞ്ച് ചെയ്തു. കാര്യം പിടികിട്ടിയോ? അപ്പോൾ മോറൽ ഹസാർഡ് ഒക്കേഴ്സ് when a persons or firms behavior may change after buying insurance. ഇൻഷുറൻസ് എടുത്തതിന് ശേഷം വ്യക്തിയുടെയോ സ്ഥാപനങ്ങളുടെയോ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാകുന്നു. ഇറ്റ് ഇൻക്രീസസ് ദ പ്രോബിലിറ്റി, ഇത് എന്ത് വർദ്ധിപ്പിക്കുന്നു? തെഫ്റ്റ്, മോഷണം ഉണ്ടാകാനുള്ള സാധ്യത, ഫയർ, ഇൽനെസ് ഓർ അതർ ആക്സിഡന്റ്, ഇങ്ങനെയുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ദിസ് ഈസ് ബിക്കോസ് വെൻ എ പേഴ്സൺ ബൈസ് ഇൻഷുറൻസ്, ഒരു വ്യക്തി ഇൻഷുറൻസ് ബൈ ചെയ്താൽ, ദ ലോസ് ഫ്രം ആൻ ആക്സിഡന്റിൽ ഉണ്ടാകുന്ന ലോസ്, ഫയർ, തീപിടുത്തത്തിൽ ഉണ്ടാകുന്ന ലോസ്, ഓർ ഗെറ്റിംഗ് ഇൽ, അസുഖം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ലോസ്, ഈസ് ഷിഫ്റ്റഡ് ഫ്രം ദ പേഴ്സൺ ടു ദ ഇൻഷുറൻസ് കമ്പനി. കാരണം എന്താണ്? ഇതെല്ലാം ഉണ്ടാകാൻ കാരണം ഒരാൾ ഇൻഷുറൻസ് എടുത്തതിന് ശേഷം അയാൾക്കറിയാം, അയാൾക്ക് ഈ ഇൻഷുറൻസ് എടുത്തതിന് ശേഷം ഉണ്ടാകുന്ന ലോസ്, ആക്സിഡന്റിൽ നിന്ന് ലോസ് ഉണ്ടായാലും, ഫയറിൽ നിന്ന് ലോസ് ഉണ്ടായാലും, അതുപോലെ അസുഖം വന്ന് ലോസ് ഉണ്ടായാലും, അതെന്ത് ചെയ്യുന്നു? ഷിഫ്റ്റഡ് ഫ്രം പേഴ്സൺ ടു ഇൻഷുറൻസ് കമ്പനി. ആ വ്യക്തി വഹിക്കേണ്ട കാര്യമില്ല, ഇൻഷുറൻസ് കമ്പനി വഹിച്ചോളൂ. അപ്പോൾ ഒരു ബിഹേവിയർ ചേഞ്ച് അല്ലേ? Therefore, when insured against a risk, a person takes less care or takes fewer precautions to avoid accidents, fires, illness or other disaster. അതുകൊണ്ട് എന്താണ് നമുക്ക് പറയാൻ പറ്റും? when insured against a risk, റിസ്കിനെതിരെയുള്ള ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ, a person takes less care, ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു? കെയർലെസ് ആയിട്ട് മാറുന്നു. or takes fewer precautions, വളരെ മുൻകരുതൽ, ചെറിയ മുൻകരുതൽ മാത്രമേ എടുക്കുന്നുള്ളൂ. എന്തിന്? to avoid ആക്സിഡന്റ് അവോയ്ഡ് ചെയ്യാൻ, ഫയർ, ഇൽനെസ് ഓർ എനി അതർ ഡിസാസ്റ്റർ, എന്ത് അപകടമുണ്ടായാലും അതിനെതിരെ
എന്താണ് ലെസ് പ്രിക്കോഷൻ ആണ് എടുക്കുന്നത്, അല്ലെങ്കിൽ കെയർലെസ് ആയിട്ട് മാറുന്നു. കാരണം അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ആരുണ്ടെന്ന തോന്നലാണ്, ഇൻഷുറൻസ് ഉണ്ടെന്ന തോന്നലാണ്. ഓക്കെ, ഇനി as a result the probability of the accident, illness or any other disaster which is insured increases. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? as a result probability of the accident, illness or any other disaster which is insured. അപ്പോൾ ഇൻഷുർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഏതൊക്കെ വർദ്ധിക്കുന്നു? ഇൻഷുർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ആക്സിഡന്റ്, ഇൽനെസ് ഓർ എനി അതർ ഡിസാസ്റ്റർ വിച്ച് ഈസ് ഇൻഷുർഡ് ഇൻക്രീസസ്. അപ്പോൾ ഇൻഷുർഡ് ചെയ്തതുകൊണ്ട് ഈ പറഞ്ഞ ആക്സിഡന്റും ഇൽനെസ്സും ഒക്കെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, ഇതൊക്കെ വർദ്ധിക്കുന്നു. ആൻഡ് വെൻ ദ ആക്സിഡന്റ്, ഇൽനെസ് ഓർ എനി അതർ ഇൻഷുർഡ് ഡിസാസ്റ്റർ ഒക്കേഴ്സ്, the person or firm inflates the loss suffered. അപ്പോൾ ഇനി പറയുകയാണ് എന്ത്? ആൻഡ് when the accident, illness or any other insured disaster. അപ്പോൾ നമ്മൾ ഇൻഷുർ ചെയ്യപ്പെട്ടത് കൊണ്ട് എന്ത്? ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഇൻഷുർ ചെയ്തതിന്റെ ഫലമായിട്ട് ആക്സിഡന്റും ഇൽനെസ്സും അല്ലെ അങ്ങനെയുള്ള ഡിസാസ്റ്റർ ഉണ്ടായാൽ, ഇൻഷുർഡ് ഡിസാസ്റ്റർ, ഇൻഷുർ ചെയ്യപ്പെട്ടതിന്റെ ഫലമായിട്ട് ഈ പറഞ്ഞ ഡിസാസ്റ്റർ ഉണ്ടായാൽ, the firms or the person or firm inflates the loss suffered. വ്യക്തിക്കോ അതുപോലെ സ്ഥാപനമോ ഇൻഫ്ലേറ്റ്സ് ദ ലോസ് സഫേർഡ്, അവർ സഫർ ചെയ്യുന്ന ലോസിന്റെ തോത് എന്ത് ചെയ്യുന്നു? വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ അവിടെ ലോസ്, മാർക്കറ്റിൽ ലോസ് കൂടുകയാണ്. ആ ലോസ് ആര് വഹിക്കണം? ഇൻഷുറൻസ് കമ്പനിയാണ് വഹിക്കേണ്ടത്, വ്യക്തിയല്ല. അവിടെ എന്ത് ചെയ്യുന്നു? ദ പേഴ്സൺ ഓർ ഫേം ഇൻഫ്ലേറ്റ്സ്, ആ വ്യക്തിയോ ആ റിസ്ക് എടുക്കുന്ന വ്യക്തിയോ സ്ഥാപനമോ ഇൻഫ്ലേറ്റ്സ് അല്ലേ വർദ്ധിപ്പിക്കുന്നു. എന്ത് വർദ്ധിപ്പിക്കുന്നു? ലോസ് സഫേർഡ് അല്ലേ, സഫർ ചെയ്യേണ്ട ലോസ് സഫർ ചെയ്യേണ്ടത് ആരാണ്? വഹിക്കേണ്ടത് ആരാണ്? അതർ പാർട്ടിയാണ്, ദാറ്റ് മീൻസ് ഇൻഷുറൻസ് കമ്പനിയാണ്. ആ കമ്പനിയുടെ ലോസ് വർദ്ധിപ്പിക്കുന്നു. This behavior of the insured person raises the cost of insurance of the insurance company. ഇതെന്ത് ചെയ്യുന്നു? This behavior of the insured person, ഈ ഇൻഷുർഡ് പേഴ്സന്റെ ഈ ബിഹേവിയർ, ഇൻഷുറൻസ് എടുത്തിട്ടുള്ള ആളുടെ ഈ ബിഹേവിയർ എന്ത്? റൈസസ് ദ കോസ്റ്റ് ഓഫ് ഇൻഷുറൻസ് കമ്പനി, റൈസസ് ദ കോസ്റ്റ് ഓഫ് ഇൻഷുറൻസ് ഓഫ് ദ ഇൻഷുറൻസ് കമ്പനി. ഇൻഷുറൻസ് കമ്പനിയുടെ ഇൻഷുറൻസ് കോസ്റ്റ് എന്ത് ചെയ്യുന്നു? വർദ്ധിപ്പിക്കുന്നു. പറഞ്ഞ് മനസ്സിലായില്ലേ? അവർക്ക് കൂടുതൽ ലോസ് ഉണ്ടാകുന്നു. കാരണം അവരെ ആ വ്യക്തി എന്ത് ചെയ്യുന്നു? തോന്നിയത് പോലെ പ്രവർത്തിക്കുന്നു, വാഹനം തോന്നിയത് പോലെ ഓടിക്കുന്നു, യാതൊരു കെയർലെസ് ആയിട്ട് അവർ പ്രവർത്തിക്കുന്നു. പറഞ്ഞ് മനസ്സിലായല്ലോ? The concept of moral hazard was formally developed and popularized in modern economics by Kenneth Arrow. അപ്പോൾ എന്താണ്? The concept of moral hazard was formally developed by and popularized in modern economics by Kenneth Arrow. പഠിച്ചിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മോറൽ ഹസാർഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഫോർമലി ഡെവലപ്പ് ചെയ്തതും പോപ്പുലറൈസ് ചെയ്തതും ആരാണ്? കെന്നത്ത് ആരോ എന്ന ഇക്കോണമിസ്റ്റ് ആണ്. ആരോസ് ഇമ്പോസിബിലിറ്റി തിയറി ഒക്കെ നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരിക്കും. He is widely regarded as the first to formally analyze the moral hazard. He is widely regarded, അദ്ദേഹത്തെ എന്തായിട്ട് കണക്കാക്കപ്പെടുന്നു? ഫസ്റ്റ് ടു ഫോർമലി അനലൈസ് ദ മോറൽ ഹസാർഡ്. ഈ മോറൽ ഹസാർഡ് എന്ന കോൺസെപ്റ്റ് ഫോർമലായിട്ട് അനലൈസ് ചെയ്ത് ആദ്യമായിട്ട് ആരാണ്? കെന്നത്ത് ആരോയാണ്. His seminal work on health insurance 1963 showed how insurance coverage changes individual behavior and leads to inefficiency. അദ്ദേഹത്തിന്റെ ഒരു സെമിനാർ പേപ്പർ ഉണ്ട്, ഒരു സെമിനൽ വർക്ക് ഉണ്ട്. അതാണ് ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചുള്ള സെമിനൽ വർക്ക്. അത് പബ്ലിഷ് ചെയ്ത 1963 അതിലൂടെ അദ്ദേഹം എന്താണ് പ്രതിപാദിച്ചത്? എങ്ങനെയാണ് ഇൻഷുറൻസ് കവറേജ് ചേഞ്ചസ് ഇൻഡിവിജ്വൽസ് ബിഹേവിയർ, എങ്ങനെയാണ് ഒരു ഇൻഷുറൻസ് കവറേജ് ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തുന്നത്, ആൻഡ് ലീഡ്സ് ടു എഫിഷ്യൻസി, അതിലൂടെ മാർക്കറ്റ് ഇൻഎഫിഷ്യൻസി ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്നും അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ സെമിനൽ വർക്കിലൂടെ. അപ്പോൾ അങ്ങനെ ആ സെമിനൽ വർക്കിന് ശേഷമാണ് മോറൽ ഹസാർഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒഫീഷ്യലി എന്ത് ചെയ്യപ്പെട്ടത്? പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്, പോപ്പുലറൈസ് ചെയ്യപ്പെട്ടത്. ഓക്കെ, ബൈ കെന്നത്ത് ആരോ. ഇനി എക്സാമ്പിൾ ഓഫ് മോറൽ ഹസാർഡ് സിറ്റുവേഷൻ. മോറൽ ഹസാർഡ് സിറ്റുവേഷന്റെ എക്സാമ്പിൾ പറയുകയാണ്. നോക്ക്, മെഡിക്കൽ ഇൻഷുറൻസ് ഇൻവോൾവ്സ് മോറൽ ഹസാർഡ്. മെഡിക്കൽ ഇൻഷുറൻസിൽ എന്തുണ്ട്? മോറൽ ഹസാർഡ് നമ്മൾ ആൾറെഡി പറഞ്ഞതാണ്. ആഫ്റ്റർ ബൈയിങ് മെഡിക്കൽ ഇൻഷുറൻസ്, individuals usually spend less on health care, which increases the probability of their getting ill. അപ്പോൾ ആഫ്റ്റർ ബൈയിങ് മെഡിക്കൽ ഇൻഷുറൻസ് വാങ്ങിയതിന് ശേഷം, മീൻസ് മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തതിന് ശേഷം ഇൻഡിവിജ്വൽസ് യൂഷ്വലി സ്പെൻഡ് ലെസ് ഓൺ ഹെൽത്ത് കെയർ. ഹെൽത്ത് കെയറിന് വേണ്ടി എന്താണ്? അവർ വളരെ കുറച്ച് മാത്രം അവർക്ക് ചിലവഴിച്ചാൽ മതിയാകും. പറഞ്ഞ മനസ്സിലായില്ലോ? അതിനുള്ള തോന്നൽ അവർക്കുണ്ട്, കാര്യം ക്ലെയിം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എന്താണ്? ഹെൽത്ത് കെയറിന്, ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി അവർ കുറച്ച് തുക മാത്രമേ അവർ ചിലവഴിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി, നല്ല ഫുഡിന് വേണ്ടി പൈസ ചിലവാക്കത്തില്ല. അപ്പോൾ എന്താണ്? കെയർലെസ് ആയിട്ട് അവർ പിന്നെന്താണ് അവരുടെ ആരോഗ്യം നോക്കും. വിച്ച് ഇൻക്രീസസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഇൽ. ഇത് അവരെ അസുഖബാധിതരാക്കും. എന്ന് വെച്ചാൽ എന്ത്? അസുഖമുണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കും. ഇപ്പോൾ ഇൻഷുറൻസ് എടുത്തില്ലായിരുന്നെങ്കിൽ അവർ ആരോഗ്യ വ്യായാമം ചെയ്യും, അല്ലേ? ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. നല്ല ഫുഡ് വേണ്ടി പൈസ ചിലവാക്കും, അല്ലെ? ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ ന്യൂട്രീഷ്യൽ ഫുഡൊക്കെ വാങ്ങി കഴിക്കും. പക്ഷേ ഈ ഇൻഷുറൻസ് എടുത്തെന്നുള്ള തോന്നലുണ്ടായ, അല്ലെങ്കിൽ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? നേരെ തിരിച്ച് അവരുടെ ബിഹേവിയർ മാറും. കാരണം അവർ കെയർലെസ് ആയിട്ട് അവരെ ഹെൽത്തിനെ നോക്കും, വ്യായാമം ചെയ്യില്ല. പിന്നെ അതുപോലെ പിന്നെ എന്താണ്? അത് കാര്യം എന്താണ്? ക്ലെയിം ചെയ്യാൻ പറ്റുമല്ലോ, അതാണ് അവരുടെ ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്? പ്രോബിലിറ്റി ഓഫ് ദെയർ ഗെറ്റിംഗ് ഇൽ ഇൻക്രീസസ്.
അതായത് അസുഖമുണ്ടാകാനുള്ള സാധ്യത കൂടുന്നു. ബിസൈഡ്സ് കൂടാതെ they are likely to spend more on treatment when they fall ill than they had no insurance. അപ്പോൾ ഇനി എന്ത് ചെയ്യുന്നു? ബിസൈഡ്സ് കൂടാതെ, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണത്. കൂടാതെ അവർ എന്ത് ചെയ്യുന്നു? ബിസൈഡ്സ് they are likely to spend more on treatment. അവർ കൂടുതലായിട്ട് ചികിത്സയ്ക്ക് വേണ്ടി പൈസ ചിലവഴിക്കുന്നു. when they fall ill, അസുഖം ഉണ്ടാകുമ്പോൾ അവർക്ക് കൂടുതൽ പൈസ ചിലവാകുന്നു. than if they had no insurance. അതായതിനേക്കാൾ ഇൻഷുറൻസ് ഇല്ലാത്ത സമയത്ത് അവർക്ക് അസുഖമുണ്ടായപ്പോൾ ഒരു ചികിത്സാ ചെലവുണ്ട്, അതിനേക്കാൾ ഇൻഷുറൻസ് എടുത്തതിന് ശേഷം ചികിത്സയ്ക്ക് വേണ്ടി പൈസ ചിലവാക്കേണ്ടി വരുന്നു. പറഞ്ഞു മനസ്സിലായില്ലേ? കാരണം വലിയ അസുഖങ്ങൾ ഇവർക്ക് ഉണ്ടാകുന്നു. കാര്യം അതുണ്ടാക്കുന്ന ഇവർ തന്നെയാണ്, കാരണം ഇൻഷുറൻസ് കവറേജ് ഉണ്ടെന്ന് കരുതി. പറഞ്ഞു മനസ്സിലായില്ലേ? പക്ഷേ ഇപ്പോൾ എന്താണ് ഈ ചിലവുമായിട്ട്, ഈ ചിലവ് രണ്ടാമത്തെ ചിലവ് വഹിക്കുന്നതാണ് ആ വ്യക്തിയല്ല, പക്ഷേ ആരാണ്? ഇൻഷുറൻസ് കമ്പനി. നേരത്തെ ആരാണ്? ആ വ്യക്തിയാണ് വഹിക്കുന്നത്. ഇൻഷുറൻസ് എടുക്കുന്നതിന് മുമ്പ് ആ വ്യക്തി തന്നെയാണ് വഹിച്ചിരുന്നത്. പക്ഷേ ഇൻഷുറൻസ് എടുക്കുന്നതിന് മുമ്പുള്ള ചിലവുമായിട്ട് ഇൻഷുറൻസ് എടുത്തതിന് ശേഷമുള്ള മെഡിക്കൽ എക്സ്പെൻസ് കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് കൂടുതൽ? ഇൻഷുറൻസ് എടുത്തതിന് ശേഷമുള്ള മെഡിക്കൽ എക്സ്പെൻസ് ആണ് കൂടുതൽ. കാരണം ആ വ്യക്തിയുടെ ബിഹേവിയറിൽ മാറ്റം വന്നു, അവർ ഹെൽത്ത് നോക്കുന്നില്ല, അല്ലേ? കെയർലെസ് ആയിട്ട് അയാൾ ജീവിക്കുന്നു. അപ്പോൾ അവിടെ രണ്ടുപേർക്കാണ് നഷ്ടം. ഒന്ന് ഇൻഷുറൻസ് കമ്പനിക്കും ലോസ് ഉണ്ടാകുന്നു, വ്യക്തിക്കും അതേപോലെ പൈസ സാമ്പത്തികമായിട്ട് നോക്കിയാൽ വ്യക്തിക്ക് നേട്ടം തന്നെയാണ്. പക്ഷേ ഇൻഷുറൻസ് കമ്പനിക്ക് ലോസ് കൂടുതൽ ക്ലെയിം ചെയ്യേണ്ടി വരുന്നു. പക്ഷേ ആ വ്യക്തിയെ സംബന്ധിച്ച് എന്താണ്? അയാളുടെ ആരോഗ്യം കൂടുതൽ മോശമായി വരുന്നു. രണ്ടു കൂട്ടർക്കും നഷ്ടമാണ്. This behavior on the part of individuals increases the amount payable by the insurance companies on account of medical claim. അത് തന്നെയാണ് പറഞ്ഞത്. ഈ ബിഹേവിയർ എന്ത് ചെയ്യുന്നു? ആ ഇൻഷുറൻസ് കമ്പനിക്ക് കൂടുതൽ അതാണ് ദിസ് ബിഹേവിയർ ഓൺ ദ പാർട്ട് ഓഫ് ഇൻഡിവിജ്വൽ ഇൻക്രീസസ് ദ എമൗണ്ട് പേയബിൾ ബൈ ദ ഇൻഷുറൻസ് കമ്പനീസ് ഓൺ അക്കൗണ്ട് ഓഫ് മെഡിക്ലെയിമിന്റെ ഫലമായിട്ട് ഇൻഷുറൻസ് കമ്പനിക്ക് കൂടുതൽ തുക ഇൻഷുറൻസ് കമ്പനിക്ക് ആകുന്നു, അല്ലെങ്കിൽ വഹിക്കേണ്ടി വരുന്നു. One of the best examples of a possible moral hazard situation relates to circumstances and actions that arose during the aftermath of the financial crisis or housing market crash of 2008. അപ്പോൾ നമ്മൾ ഇൻഷുറൻസ് സെക്ടറുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പറയുന്നത്, അല്ലെങ്കിൽ അതുമായി പിന്നെന്താണ് ബന്ധമില്ലാത്ത മറ്റൊരു എക്സാമ്പിൾ നമുക്ക് ഇവിടെ പറയാൻ പറ്റും. One of the best examples of a possible moral hazard, അല്ലെ? മോറൽ ഹസാർഡ് ഉണ്ടാകാനുള്ള ഒരു സാധ്യത നമ്മൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ പറയുകയാണ്. ഇത് എന്തുമായി ബന്ധപ്പെട്ട്? സർക്കംസ്റ്റാൻസസ് ദാറ്റ് ആക്ഷൻസ് ദാറ്റ് അറൗസ് ഡ്യൂറിംഗ് ദ ആഫ്റ്റർമാത്ത് ഓഫ് ദ ഫിനാൻഷ്യൽ ക്രൈസിസ് ഓർ ഹൗസിംഗ് മാർക്കറ്റ് ക്രാഷ് ഓഫ് 2008. അതായത് 2008 അമേരിക്കയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ്, അല്ലെങ്കിൽ ഹൗസിംഗ് മാർക്കറ്റ് ക്രാഷ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഉണ്ടായ സാഹചര്യങ്ങൾ എന്തിനോട്? ആ മോറൽ ഹസാർഡിന്റെ ഫലമായിട്ട് ഉണ്ടായതാണ്, അല്ലെങ്കിൽ മോറൽ ഹസാർഡിനോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മോറൽ ഹസാർഡിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് എക്സാമ്പിൾസ് ഓഫ് എ പോസിബിൾ മോറൽ ഹസാർഡ് സിറ്റുവേഷൻ റിലേറ്റ്സ് ടു ദ സർക്കംസ്റ്റാൻസസ്. അതെന്തുമായി ബന്ധമുണ്ട്? ആൻഡ് ആക്ഷൻസ് ദാറ്റ് അറോസ് ഡ്യൂറിംഗ് ദ ആഫ്റ്റർമാത്ത് ഓഫ് ഫിനാൻഷ്യൽ ക്രൈസിസ് ഓർ ഹൗസിംഗ് മാർക്കറ്റ് ക്രാഷ് ഓഫ് 2008. 2008 അമേരിക്കയിൽ മാത്രമല്ല ലോകമെമ്പാടും അത് പടർന്നു പിടിച്ചു. അപ്പോൾ ആ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് അല്ലെങ്കിൽ ഹൗസിംഗ് മാർക്കറ്റ് ക്രാഷ് അമേരിക്കയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങൾ എന്തുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും? മോറൽ ഹസാർഡുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? മെനി ഓഫ് ദ മേജർ ബാങ്ക്സ് വർ സിംഗിങ് ലൈക്ക് ഷിപ്സ് വിത്ത് ഹോൾസ്. അതായത് കപ്പലിൽ വെള്ളം കയറി മുങ്ങുന്നത് പോലെ ഒരുപാട് ബാങ്കുകൾ എന്ത് ചെയ്തു? തകർന്നു പോയി. ആ സമയത്ത് പ്രത്യേകിച്ച് അമേരിക്കയിലെ വലിയ ബാങ്കുകൾ എന്ത് ചെയ്തു? മേജർ ബാങ്ക്സ് വെർ സിംഗിങ് ലൈക്ക് ഷിപ്സ് വിത്ത് ഹോൾസ്. അല്ലെ, ഒരുപാട് ബാങ്കുകൾ മുങ്ങിപ്പോയി, കപ്പൽ മുങ്ങും പോലെ, അല്ലെങ്കിൽ കടത്തിൽ മുങ്ങിപ്പോയി, അല്ലെങ്കിൽ അടച്ചുപൂട്ടേണ്ടി വന്നു. ഹാവിംഗ് ലോസ്റ്റ് ബില്യൺസ് ഇൻ അസറ്റ്സ് വാല്യൂ. അല്ലെ, ഹാവിംഗ് ലോസ്റ്റ് ബില്യൺസ് ഇൻ അസറ്റ്സ് വാല്യൂ. ബില്യൺ, അല്ലെ, 100 കണക്കിന് കോടി രൂപയുടെ നഷ്ടം വരിച്ചുകൊണ്ട് എന്ത് ചെയ്തു? എന്ത് ചെയ്തു? ബാങ്കുകൾ കൊളാപ്സ് ആയി, തകർന്നു പോയി. ആൻഡ് ആ സമയത്ത് എന്ത് ചെയ്തു? യു എസ് ഗവൺമെന്റ് സ്റ്റെപ്ഡ് ഇൻ ആൻഡ് ബെയിൽഡ് ദം ഔട്ട്. എന്ത് ചെയ്തു? ഫെഡറൽ ഗവൺമെന്റ് ഈ ബാങ്കുകളൊക്കെ ഇങ്ങനെ കടക്കണിയിലായ സമയത്ത് ഫെഡറൽ ഗവൺമെന്റ് സ്റ്റെപ്ഡ് ഇൻ ആൻഡ് ബെയിൽഡ് ദം ഔട്ട്. വലിയ ഹ്യൂജ് ഒരു നഷ്ടപരിഹാര പാക്കേജ് പ്രഖ്യാപിച്ചു ബാങ്കുകൾക്ക്, അതുപോലെ വ്യവസായങ്ങൾക്കൊക്കെ. എന്ത് ചെയ്തു? ഇതിനെ താങ്ങി നിർത്താൻ വേണ്ടി ഒരു വലിയ എമൗണ്ട് എന്ത് ചെയ്തു? നഷ്ടപരിഹാരമായിട്ട് കൊടുത്തു. എനിക്ക് തോന്നുന്നു ഈ ബരാക് ഒബാമയുടെ സമയത്തോ മറ്റോ ആണെന്നാണ് എൻ്റെ ഓർമ്മ. ആ സമയത്താണ് ഈ ഒരു ക്രൈസിസ് ഉണ്ടാകുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? വലിയ തോതിൽ ബെയിൽഡ് ഔട്ട് മീൻസ് ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നഷ്ടപരിഹാരമായിട്ട് ഈ ബാങ്കുകൾക്ക്, കമ്പനികൾക്കൊക്കെ എന്താണ് വലിയ ഹ്യൂജ് എമൗണ്ട് കൊടുത്തു. ഹൗസിംഗ് മാർക്കറ്റ് ക്രാഷ് എന്ന് പറയാൻ കാരണം ഇവർ വലിയ തോതിൽ എന്ത് ചെയ്തു? ഈ ഹൗസിങ്ങിനായിട്ട് ലോൺ കൊടുത്തു, ലോ ഇൻട്രസ്റ്റ് റേറ്റിന് ബാങ്കുകൾ കൊടുത്തു. അങ്ങനെയാണ് ഈ ക്രാഷ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ അപ്പോൾ നോക്ക്, ഈ ബാങ്കുകൾക്ക് അവിടെ ഒരു തോട്ട് വരും. അപ്പോൾ ഈ ബാങ്കുകൾ ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാങ്കുകൾ ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി US ഗവൺമെന്റ് എന്ത് ചെയ്തു? ബെയിൽഡ് ഔട്ട് മീൻസ്
ഇതിന് നഷ്ടപരിഹാരം കൊടുക്കുകയാണ്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ബാങ്കുകൾക്ക്, കമ്പനികൾക്ക് ഒരു തോട്ട് വരും. ഇതുപോലെയുള്ള ഫിനാൻഷ്യൽ ക്രൈസിസ് ഇനി വന്നാലും അവർക്ക് പ്രശ്നമില്ല, ഇതിനെ ഓവർകം ചെയ്യാൻ ഗവൺമെൻറ് ഉണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും? കെയർലെസ് ആയിട്ട് പ്രവർത്തിക്കാൻ ശ്രമിക്കും. നോക്ക്, ഇറ്റ് ഈസ് ജനറലി ബിലീവ്ഡ് ദാറ്റ്, അവിടെ ഒരു ജനറൽ ബിലീവ്സ് ഉണ്ടായി. എന്താണ് ബിലീവ്സ്? ആസ് എ റിസൾട്ട് ഓഫ് ദാറ്റ് ചെയിൻ ഓഫ് ഈവൻസ്, ഈ ഒരു തുടർച്ചയായിട്ടുള്ള ഇത്തരം ഈ ഇവന്റ്സിന്റെ തുടർച്ചയെ തുടർന്ന് മെനി ബാങ്ക്സ് ആർ അണ്ടർ ദ ഇംപ്രഷൻ ദാറ്റ് ഇഫ് ദേ എവർ ഫാൾ ഇൻ ഓൺ ഹാർഡ് ടൈംസ് ദ ഗവൺമെന്റ് ഈസ് ഗോയിങ് ടു ബി ദെയർ ടു ബെയിൽ ഔട്ട് ദം. അപ്പോൾ ഈ 2008 ഇവരെ സഹായിക്കാൻ ഗവൺമെന്റ് വന്നു. അപ്പോൾ എന്ത് ചെയ്തു? ഇറ്റ് ഈസ് ജനറലി ബിലീവ്ഡ് ദാറ്റ് ആസ് എ റിസൾട്ട് ദാറ്റ് ചെയിൻ ഓഫ് ഈവൻസ്, ഈ ഒരു ചെയിൻ ഓഫ് ഈവൻസിനെ തുടർന്ന്, ഈ ഒരു സംഭവവികാസങ്ങളെ തുടർന്ന് മെനി ബാങ്ക്സ് ആർ അണ്ടർ ദ ഇംപ്രഷൻ, പല ബാങ്കുകൾക്കും ഒരു ഇംപ്രഷൻ ഉണ്ടായി, തോന്നലുണ്ടായത്. എന്താണ് തോന്നലുണ്ടായത്? ഇഫ് ദേ എവർ ഫാൾ ഓൺ ഹാർഡ് ടൈംസ്, ഏതെങ്കിലും തരത്തിൽ ഹാർഡ് ടൈംസിൽ വീണാൽ, മീൻസ് ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് ലോസ് ഉണ്ടായാൽ, ദ ഗവൺമെന്റ് ഈസ് ഗോയിങ് ടു ബി ദെയർ ഓൺ ബെയിൽ ദം ഔട്ട്, ഇവരെ എന്ത് ചെയ്യും? കരകയറ്റി കൊണ്ടുവരാൻ ആരുണ്ട്? ഗവൺമെന്റ് ഉണ്ടെന്ന് തോന്നുന്ന കാര്യം. 2008 ഗവൺമെന്റ് ഹെൽപ്പ് ചെയ്തല്ലോ. അതുകൊണ്ട് പിന്നെ എന്തെങ്കിലും തരത്തിൽ കൊളാപ്സ് ഉണ്ടായാൽ, മാർക്കറ്റിന് എന്തെങ്കിലും തരത്തിൽ ഫെയിലിയറിൽ സംഭവിച്ചാൽ ബാങ്കുകൾക്ക് കെയർലെസ് ആയിട്ട് പ്രവർത്തിക്കും. കാരണം അവരെ ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ആരുണ്ട്? ഗവൺമെന്റ് ഉണ്ടെന്ന് തോന്നൽ. ദിസ് ലീഡ്സ് ടു എ മോറൽ ഹസാർഡ്, ഇതാണ് നമ്മൾ പഠിച്ച മോറൽ ഹസാർഡ്. കാരണം ഗവൺമെന്റ് ഉള്ളത് കൊണ്ട് ഇവരെന്ത് ചെയ്യും? കെയർലെസ് ആയിട്ട് പ്രവർത്തിക്കും, അല്ലേ? അവരുടെ ബിഹേവിയറിൽ മാറ്റം വരും. ദിസ് ലീഡ്സ് ടു എ മോറൽ ഹസാർഡ് സിറ്റുവേഷൻ. ഇത് എന്തിലേക്ക് നയിച്ചു? അമേരിക്കയിൽ മോറൽ ഹസാർഡ് സിറ്റുവേഷൻ. ബിക്കോസ് റാദർ ദാൻ ടേക്കിംഗ് ഇഫക്റ്റീവ് ആക്ഷൻ ടു പ്രിവെന്റ് ഓവർ എക്സ്പോഷർ ഇൻ ദ ഫ്യൂച്ചർ, ഭാവിയെക്കുറിച്ച് കൂടുതൽ കെയർഫുൾ ആയിട്ട് ചിന്തിക്കാതെ. അപ്പൊ എന്ത് ചെയ്തു? ദിസ് ലീഡ്സ് ടു മോറൽ ഹസാർഡ് സിറ്റുവേഷൻ ബിക്കോസ് rather than taking effective action to prevent over exposure in the future, ഈ ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ, അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ച് കൂടുതലായിട്ട് അല്ലെങ്കിൽ ഓവർ എക്സ്പോസർ ചെയ്യാതെ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ, അല്ലെങ്കിൽ അന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്ന് ചിന്തിക്കാതെ ഇവരെന്ത് ചെയ്തു? അല്ലെങ്കിൽ ആ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ പ്രിവെന്റ് ചെയ്യാതെ, ബാങ്ക്സ് ആർ ദെൻ മോർ ലൈക്ലി ടു കണ്ടിന്യൂ മേക്കിംഗ് റിസ്കി ലോൺസ് ഇഫ് ഡൂയിങ് സോ ഓഫേഴ്സ് ടെമ്പററി ഗെയിൻസ് ദാറ്റ് ആർ ബെനിഫിഷ്യൽ ടു ദം. അപ്പോൾ എന്തുകൊണ്ടാണ്? അപ്പോൾ ഈ സിറ്റുവേഷൻ മോറൽ ഹസാർഡിലേക്ക് നയിക്കുന്നു. കാരണം റാദർ ദാൻ ടേക്കിംഗ് ഇഫക്റ്റീവ് ആക്ഷൻ ടു പ്രിവെന്റ് ഓവർ എക്സ്പോഷർ ഇൻ ദ ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ അത് പ്രിവെന്റ് ചെയ്യാതെ, അല്ലെങ്കിൽ അതിന് മറികടക്കാനുള്ള മാർഗങ്ങൾ ചിന്തിക്കാതെ, ബാങ്ക്സ് ആർ ദെൻ മോർ ലൈക്ലി ടു കണ്ടിന്യൂ മേക്കിംഗ് റിസ്കി ലോൺസ്, അവര് എന്ത് ചെയ്യാൻ തുടങ്ങുന്നു? വീണ്ടും പഴയതുപോലെ റിസ്കി ലോൺസ് കൊടുക്കാൻ, മത്സരിച്ച് റിസ്കി ലോൺസ്, കാരണം വലിയ അസറ്റ് ഒന്നും വാങ്ങാതെ ലോ ഇൻട്രസ്റ്റ് റേറ്റിനൊക്കെ ലോൺ കൊടുക്കാൻ തുടങ്ങി, ഇല്ലേ? എന്തുകൊണ്ടാണ്? ഇഫ് ഡൂയിങ് സോ, അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഓഫേഴ്സ് ടെമ്പററി ഗെയിൻസ്, അവർക്ക് എന്ത് കിട്ടും? ടെമ്പററി ഗെയിൻസ്, താൽക്കാലത്തേക്ക് ഗെയിൻസ് കിട്ടും. ദാറ്റ് ആർ ബെനിഫിഷ്യൽ, അവർക്ക് സംബന്ധിച്ചത് ബെനിഫിഷ്യൽ ആണ്. അപ്പോൾ അവരെന്ത് ചെയ്യും? കൂടുതൽ റിസ്ക് എടുക്കാൻ തയ്യാറാവും ബാങ്കുകൾ. കാരണം ഏതെങ്കിലും കാര്യം അങ്ങനെ റിസ്ക് എടുക്കുമ്പോൾ കൂടുതൽ നേരത്തെ ഇവർക്ക് ഈ ഗവൺമെന്റിന്റെ പ്രൊട്ടക്ഷൻ കിട്ടില്ല എന്നൊരു തോട്ടുണ്ടെങ്കിൽ ഇത്രയും റിസ്ക് എടുക്കത്തില്ല. വളരെ റിസ്കി ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് വരെയും ഇവരെന്ത് ചെയ്യും? വാരിക്കോരി ലോൺ കൊടുക്കാൻ തുടങ്ങും. കാരണം ഗവൺമെന്റ് ഇവരെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് തോന്നൽ എവിടെ നിന്നുണ്ടായി? 2008 ഗവൺമെന്റ് പ്രൊട്ടക്ട് ചെയ്തതിലൂടെ ഉണ്ടായി. അപ്പോൾ അവർ റിസ്കി ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കാൻ തുടങ്ങുന്നു. ബാങ്കുകൾ. അപ്പോൾ ഇത് ഒരു മോറൽ ഹസാർഡാണ്. ഓക്കെ, ഇനി മോറൽ ഹസാർഡ് ഈസ് എ ട്രിക്കി സിറ്റുവേഷൻ that makes for unfair and sometimes dangerous financial transaction. അപ്പോൾ മോറൽ ഹസാർഡ് എന്ന് വെച്ചാൽ ഒരു ട്രിക്കി സിറ്റുവേഷൻ ആണ്, ഒരു ട്രിക്കി ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. കാരണം ആളുകൾ ട്രിക്കി ആയിട്ട് മാറുന്നു, കാരണം അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേറെ ആളുകൾ ഉണ്ടെന്നുള്ളത്. ദാറ്റ് മേക്സ് ഫോർ അൺഫെയർ ആൻഡ് സംടൈംസ് ഡേഞ്ചറസ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, അത് അൺഫെയർ ആയിട്ടുള്ള, ചില സമയത്ത് ഡേഞ്ചറസ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സിറ്റുവേഷനിലേക്ക് നയിക്കുന്നു. ഇൻഷുറൻസ് ആൻഡ് അതർ ഫിനാൻഷ്യൽ അരീനാസ് operate best when moral hazard situations don't arise. അപ്പോൾ ഇൻഷുറൻസ് ആൻഡ് അതർ ഫിനാൻഷ്യൽ അരീനാസ് ഓപ്പറേറ്റ് ബെസ്റ്റ് വെൻ മോറൽ ഹസാർഡ് സിറ്റുവേഷൻ ഡോണ്ട് അറൈസ്. അപ്പോൾ മോറൽ ഹസാർഡ് സിറ്റുവേഷൻസ് ഉണ്ടായില്ല എങ്കിൽ ഇൻഷുറൻസ് സെക്ടറും മറ്റ് ഫിനാൻഷ്യൽ സെക്ടറും ഒക്കെ വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് മോറൽ ഹസാർഡിനെ കുറിച്ച് പ്രധാനമായിട്ടും പറയാനുള്ളത്. ക്ലിയർ ആണല്ലോ? മോറൽ ഹസാർഡ് അതായത് റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നു ആളുകൾ, അവരുടെ നേരത്തെ ഉണ്ടായതിനേക്കാൾ അവരുടെ ബിഹേവിയറിൽ ചേഞ്ചസ് വരുന്നു. കാരണം അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ മറ്റൊരു സ്ഥാപനമോ മറ്റൊരു വ്യക്തിയോ ഉണ്ടെന്ന് തോന്നൽ, ഇതാണ് മോറൽ ഹസാർഡ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അത് ഇൻഷുറൻസ് സെക്ടറുമായി ബന്ധപ്പെട്ടാണ് നിലകൊള്ളുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി അതുമായി അനുബന്ധമായി ബന്ധപ്പെട്ട് കുറച്ചധികം പോയിന്റ്സ് കൂടിയുണ്ട്. എക്സ് ആൻഡ് മോറൽ ഹസാർഡ് ആൻഡ് എക്സ്പോസ്റ്റ് മോറൽ ഹസാർഡ്. എക്സ് ആൻഡ് മോറൽ ഹസാർഡ് ആൻഡ് എക്സ്പോസ്റ്റ് മോറൽ. ഈ മോറൽ ഹസാർഡ് നമുക്ക് 2 ടൈപ്പായിട്ട് തിരിക്കാം. എക്സ് ആൻഡ് മോറൽ ഹസാർഡും എക്സ്പോസ്റ്റ് മോറൽ ഹസാർഡ്. നോക്കാലോ?
എന്താണ് ex ante moral hazard? Ex ante moral hazard refers to behavior changes before the occurrence of the risky event after entering into a contract like insurance. അപ്പോൾ ex ante moral hazard refers to the behavioral changes. Behavior change ചെയ്യുന്നു ബിഫോർ ദ ഒക്കറൻസ് ഓഫ് എ റിസ്കി ഇവൻസ്. അതായത് റിസ്കി ഇവൻസ് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവരുടെ എന്ത് ചെയ്യുന്നു, ഒരു പാർട്ടിയുടെ ബിഹേവിയർ മാറുന്നു. എന്ത്? ആഫ്റ്റർ എൻ്ററിങ് ഇൻ ടു കോൺട്രാക്ട് ലൈക്ക് ഇൻഷുറൻസ്. ഇൻഷുറൻസ് പോലെയുള്ള കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തതിന് ശേഷം. അപ്പോൾ എക്സ് ആൻറ്റി മോറൽ ഹസാർഡ് റെഫേഴ്സ് ടു ബിഹേവിയറൽ ചേഞ്ചസ് ബിഫോർ ദ ഒക്കറൻസ് ഓഫ് എ റിസ്കി ഇവൻസ്. ഒരു റിസ്കി ഇവൻ്റ് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുന്നു, അവർക്ക് അവരുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്നു. അതെപ്പോഴാണ്? ആഫ്റ്റർ എൻ്ററിങ് ഇൻ ടു എ കോൺട്രാക്ട്. അപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ ഇൻഷുറൻസ് എടുത്തു കഴിയുമ്പോൾ റിസ്ക് ഉണ്ടാകണ്ട. ആ റിസ്ക് ഉണ്ടാകുന്നതിന് മുമ്പ്, ആ റിസ്കി ആയിട്ടുള്ള സിറ്റുവേഷൻ വരുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ ബിഹേവിയർ ചേഞ്ച് വരുന്നു. അവരെന്ത് ചെയ്യുന്നു, പെട്ടെന്ന് അവരുടെ ബിഹേവിയർ ചേഞ്ച് വരുന്നു. അവർ തോന്നിയതുപോലെ അവർ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. കാരണം അവർക്കറിയാം എന്ത്, അവർ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ റിസ്ക് എടുക്കുന്നതിന് മുമ്പ്, റിസ്കി ആയിട്ടുള്ള സിറ്റുവേഷൻ വരുന്നതിന് മുമ്പ് തന്നെ അവരുടെ ബിഹേവിയറിൽ ചേഞ്ച് വരും. ഇതാണ് എക്സ് ആൻറ്റി മോറൽ ഹസാർഡ്. ദാറ്റ് ഈസ് ഇൻഡിവിജ്വൽസ് ടേക്ക് ലെസ് പ്രിക്കോഷൻ ബിക്കോസ് ദേ ആർ പ്രൊട്ടക്റ്റഡ്. അതിന് കാരണം എന്താണ്? അപ്പോൾ അസുഖം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ, കാരണം നമുക്ക് അസുഖം ഉണ്ടാകാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ വാഹനത്തിന് ഇൻഷുറൻസ് എടുക്കുന്നു. ആക്സിഡൻറ്റ് വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ക്ലെയിം എടുക്കാൻ ഇതുള്ളത്. പക്ഷേ അവരെന്ത് ചെയ്യുന്നു, ഈ ഇൻഷുറൻസ് എടുത്തതിൻ്റെ പേരിൽ അവർ കെയർലെസ് ആയിട്ട് മാറുന്നു. പിന്നെ ഇൻഷുറൻസ് ഇല്ലാത്ത സമയത്ത് ഇവരെന്താണ്, വളരെ കെയർഫുൾ ആയിട്ട് വാഹനം ഓടിക്കും, ആക്സിഡൻറ്റ് ഇല്ലാതെ അവർ കൊണ്ടുപോകും. പക്ഷേ ഇൻഷുറൻസ് ഉള്ളതിൻ്റെ പേരിൽ അതിൻ്റെ പേരിൽ അവരെന്ത് ചെയ്യും, കെയർലെസ് ആയിട്ട് പ്രവർത്തിക്കുകയും വളരെ പെട്ടെന്ന് ആ റിസ്ക് വരുത്തി വയ്ക്കുകയും ചെയ്യുന്നു. കാരണം എന്ത്, ആക്സിഡൻറ്റ് വരുത്തി വയ്ക്കുന്നു. അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിൽ എന്ത്, കുറേ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ എന്ത്, വയസ്സാകുമ്പോഴുണ്ടാകുന്ന അസുഖമാണ് അത്. ചിലപ്പോൾ നമ്മൾ എന്താണ്, നേരത്തെ ഒരു 40 വയസ്സിലോ 45 വയസ്സിലോ 50 വയസ്സിലോ ആ അസുഖം നമുക്ക് പെട്ടെന്ന് പിടിപെടുന്നു. കാരണം നമ്മൾ കെയർലെസ് ആയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ്. ദാറ്റ് ഈസ് ഇൻഡിവിജ്വൽസ് ടേക്ക് ലെസ് പ്രിക്കോഷൻ. അതിന് കാരണം എന്താണ്, ലെസ് പ്രിക്കോഷൻ എടുക്കുന്നു ബിക്കോസ് ദേ ആർ പ്രൊട്ടക്റ്റഡ്. അവർക്കറിയാം അവർ പ്രൊട്ടക്റ്റഡ് ആണ്, ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ ഇൻഷുറൻസ് എടുത്തതിന് ശേഷം റിസ്കി ഈവൻസ് ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ബിഹേവിയറിൽ ചേഞ്ചസ് വരുന്നു. ഇതാണ് എക്സ് ആൻറ്റി മോറൽ ഹസാർഡ്. അതിൻ്റെ ഫീച്ചേഴ്സ് നോക്ക്. ഒക്കേഴ്സ് ബിഫോർ ലോസ്, അല്ലേ? ഒക്കേഴ്സ്, ഇത് ഈ ബിഹേവിയർ ചേഞ്ച്, ഈ മോറൽ ഹസാർഡ് എപ്പോഴാണ് ഉണ്ടാകുന്നത്? ലോസ് ഉണ്ടാകുന്നതിന് മുമ്പേ ബിഹേവിയറൽ ചേഞ്ച് ഉണ്ടാകുന്നു. ഇൻവോൾവ്സ് റെഡ്യൂസ്ഡ് എഫേർട്ട് ടു പ്രിവെന്റ് റിസ്ക്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? റെഡ്യൂസ്ഡ് എഫേർട്സ് ടു പ്രിവെന്റ് റിസ്ക്. റിസ്ക് പ്രിവെന്റ് ചെയ്യാനുള്ള പിന്നെ എഫേർട്ട് എന്താണ്, കുറവാണെന്ന് വെച്ചാൽ അവർ എഫേർട്ട് ഇടുന്നില്ല, റിസ്ക് കുറയ്ക്കാനൊന്നും എഫേർട്ട് ഇടുന്നില്ല. കാര്യം അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇൻഷുറൻസ് ഉണ്ടെന്നുള്ള തോന്നൽ. അപ്പോൾ ഇത് ഒക്കേഴ്സ് ബിഫോർ ലോസ്, യഥാർത്ഥ ലോസ് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ എന്ത്, ഈ മോറൽ ഹസാർഡ് ഉണ്ടാകുന്നു. അത് മാത്രമല്ല ഇൻവോൾവ്സ് റെഡ്യൂസ്ഡ് എഫേർട്ട് ടു പ്രിവെന്റ് റിസ്ക്. റിസ്ക് പ്രിവെന്റ് ചെയ്യാനുള്ള എഫേർട്ട് കുറവായിരിക്കും. ഇൻക്രീസസ് ദ പ്രോബബിലിറ്റി ഓഫ് ലോസ്. ലോസ് ഉണ്ടാകാനുള്ള പ്രോബബിലിറ്റി അവിടെ എന്ത് ചെയ്യുന്നു, കൂടുന്നു. നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത എന്താണ്ട് അവിടെ കൂടുതലാണ്. കാരണം അവർ കെയർലെസ് ആയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ലോസ് അവിടെ കൂടുതലാണ്. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. അപ്പോൾ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? എക്സ് ആൻറ്റി മോറൽ ഹസാർഡിൻ്റെ ഫീച്ചേഴ്സ്: ഒക്കേഴ്സ് ബിഫോർ ലോസ്, യഥാർത്ഥ ലോസ് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇത് ഉണ്ടാകുന്നു. അതുപോലെ ഇൻവോൾവ്സ് റെഡ്യൂസ്ഡ് എഫേർട്സ് ടു പ്രിവെന്റ് റിസ്ക്. റിസ്ക് പ്രിവെന്റ് ചെയ്യാനുള്ള എഫേർട്ട് അവിടെ കുറവായിരിക്കും. ഇൻക്രീസസ് ദ പ്രോബബിലിറ്റി ഓഫ് ലോസ്. ലോസ് ഉണ്ടാകാനുള്ള പ്രോബബിലിറ്റി, സാധ്യത കൂടുതലാണ്. ഓക്കെ, ഇനി എക്സാമ്പിൾസ് നോക്ക്. ഡ്രൈവിംഗ് കെയർലെസ്ലി ആഫ്റ്റർ ബൈയിങ് കാർ ഇൻഷുറൻസ്. കാർ ഇൻഷുറൻസ് എടുത്തതിന് ശേഷം നമ്മൾ കെയർലെസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, വാഹനം ഓടിക്കുന്നു. ഇഗ്നോറിങ് ഹെൽത്ത് പ്രിക്കോഷൻസ് വെൻ ഇൻഷുർഡ്. ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തത് കൊണ്ട് നമ്മൾ ആരോഗ്യം സംരക്ഷിക്കാനുള്ള മുൻകരുതലൊന്നും എടുക്കുന്നില്ല. ഓക്കെ, ഇത്രയുമാണ് എക്സ് ആൻഡ് മോറൽ ഹസാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത എക്സ്പോസ്ഡ് മോറൽ ഹസാർഡ്. എന്താണ് എക്സ്പോസ്ഡ് മോറൽ ഹസാർഡ്? എക്സ്പോസ്ഡ് മോറൽ ഹസാർഡ് റെഫേഴ്സ് ടു എ ബിഹേവിയറൽ ചേഞ്ചസ് ആഫ്റ്റർ ദി റിസ്കി ഇവന്റ് ഹാസ് ഒക്കേർഡ്. കണ്ടോ, ആ റിസ്കി ഇവന്റ് ഉണ്ടായതിനു ശേഷം, എന്തിനു വേണ്ടിയാണോ അവർ ഇൻഷുറൻസ് എടുത്തത്, ആ റിസ്കി ഇവന്റ് ഉണ്ടായതിനു ശേഷം ബിഹേവിയർ ചേഞ്ച് വരുന്നു. ഇതാണ് എക്സ്പോസ്ഡ് മോറൽ ഹസാർഡ്. അപ്പോൾ എക്സ്പോസ്ഡ് മോറൽ ഹസാർഡ് റെഫേഴ്സ് ടു എ ബിഹേവിയറൽ ചേഞ്ചസ് ആഫ്റ്റർ ദി റിസ്കി ഇവന്റ് ഹാസ് ഒക്കേർഡ് അഫക്റ്റിംഗ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് ലോസ് ഓർ കോമ്പൻസേഷൻ. ഇതെന്തിനെ ബാധിക്കുന്നു? എക്സ്റ്റെൻറ്റ് ഓഫ് ദ ലോസിൻ്റെ വ്യാപ്തിയോ, നഷ്ടത്തിൻ്റെ വ്യാപ്തിയോ, അതുപോലെ കോമ്പൻസേഷൻ, നഷ്ടപരിഹാരം അവർ ക്ലെയിം ചെയ്യുമല്ലോ, ആ നഷ്ടപരിഹാരത്തെ ഇത് സ്വാധീനിക്കുന്നു. അപ്പോൾ എക്സ്പോസ്ഡ് മോറൽ ഹസാർഡ് എന്താണ്? ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്ന ഇതിന് ശേഷമാണ്,
ആ റിസ്കി ഈവൻ്റ് ഉണ്ടായതിനു ശേഷം, ഇപ്പോൾ ആക്സിഡൻറ്റ് ഉണ്ടായതിന് ശേഷമാണ് ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്നത്. എക്സ്പാൻഡേലാണെങ്കിലോ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവരുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്തിരുന്നു, കെയർലെസ് ആയിട്ട് അവർ മാറി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ആക്സിഡൻറ്റ് ഉണ്ടായതിനു ശേഷം അവരുടെ ബിഹേവിയറിൽ മാറ്റം വരുന്നു. ഓക്കെ, എന്ന് പറഞ്ഞാൽ ആ എക്സ്റ്റെൻറ്റ്, ആ ലോസിൻ്റെ എക്സ്റ്റെൻറ്റിനെ അത് ബാധിക്കുന്നു, കോമ്പൻസേഷനെ അത് സ്വാധീനിക്കുന്നു. നോക്കാം നമുക്ക്. ദാറ്റ് ഈസ് ഇൻഡിവിജ്വൽ ട്രൈസ് ടു ഇൻക്രീസ് ബെനിഫിറ്റ്സ് ഓഫ് ഓവർ യൂസ് സർവീസസ്. ഇൻഡിവിജ്വൽസ്, വ്യക്തികൾ എന്ത് ചെയ്യുന്നു? ട്രൈ ടു ഇൻക്രീസ് ബെനിഫിറ്റ്സ്, അവർക്ക് കിട്ടേണ്ട ബെനിഫിറ്റ്സ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഓർ ഓവർ യൂസ് സർവീസസ്, ഈ ഇൻഷുറൻസ് സെക്ടറിലെ സർവീസസ് അവർ ഓവർ യൂസ് ചെയ്യുന്നു, അമിതമായിട്ട് യൂസ് ചെയ്യുന്നു. ഇൻഡിവിജ്വൽസ് അവർക്ക് കിട്ടേണ്ട ബെനിഫിറ്റ്സിൻ്റെ അളവ് കൂട്ടാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ സർവീസസ് ഓവർ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നു. നോക്ക് അതിൻ്റെ ഫീച്ചേഴ്സ് നോക്ക്. ഒക്കേഴ്സ് ആഫ്റ്റർ ലോസ് ഉണ്ടായതിനു ശേഷം. നേരത്തെ എക്സാൻഡേ ആണെങ്കിൽ ബിഫോർ ലോസ് ആണ്, ഇത് ഒക്കേഴ്സ് ആഫ്റ്റർ ലോസ്. ലീഡ്സ് ടു ഓവർ കൺസംഷൻ ഓഫ് എക്സാജറേറ്റഡ് ക്ലെയിംസ്. അവരെന്ത് ചെയ്യുന്നു? ഓവർ കൺസംഷൻ ഓർ എക്സാജറേറ്റഡ് ക്ലെയിംസ്. ക്ലെയിം എന്ത് ചെയ്യുന്നു? ക്ലെയിം എക്സാജറേറ്റ് ചെയ്ത്, മീൻസ് ഇവർക്കുണ്ടായിരുന്ന ആക്സിഡന്റ് അവർ എക്സാജറേറ്റ് ചെയ്യുന്നു, എന്നിട്ട് ക്ലെയിം കൂടുതൽ കിട്ടാൻ ശ്രമിക്കുന്നു. മനസ്സിലായില്ലേ? ഇൻക്രീസ് ദ സൈസ് ഓഫ് ലോസിന്റെ സൈസ് വർദ്ധിപ്പിക്കുന്നു. എക്സാൻഡേൽ നമ്മൾ പറഞ്ഞത് എന്താണ്? ഇൻക്രീസസ് ദ പ്രോബബിലിറ്റി ഓഫ് ലോസ് ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എന്താ? ഇൻക്രീസ് ദ സൈസ് ഓഫ് ലോസിന്റെ സൈസ് വർദ്ധിപ്പിക്കുന്നു. മനസ്സിലായില്ലേ? എനിക്ക് ഇത്രത്തോളം ലോസ് ഉണ്ടായി, അതിനേക്കാൾ കൂടുതൽ ലോസ് ഉണ്ടായെന്ന് ഞാൻ വരുത്തി തീർക്കുന്നു. ഇൻക്രീസ് ദ സൈസ് ഓഫ് ലോസ്. മറ്റത് എക്സാൻഡേലാണെങ്കിലോ, അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. എക്സാൻഡേൽ പ്രോബബിലിറ്റി ഓഫ് ലോസ് ആണ് വർദ്ധിപ്പിക്കുന്നത്, നഷ്ടമുണ്ടാകാനുള്ള സാധ്യതയാണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല, നഷ്ടമുണ്ടായതിനു ശേഷം ആ നഷ്ടത്തിന്റെ സൈസ് എന്ത് ചെയ്യുന്നു? വർദ്ധിപ്പിക്കുന്നു. ഓക്കെ, എക്സാമ്പിൾ നോക്ക്. ഇൻഫ്ലേറ്റിംഗ് ഇൻഷുറൻസ് ക്ലെയിം ഇൻഫ്ലേറ്റ് ചെയ്യുന്നു, വർദ്ധിപ്പിക്കുന്നു. കാരണം 5 ലക്ഷം രൂപയ്ക്ക് പകരം നമ്മൾ 7 ലക്ഷമോ 8 ലക്ഷമോ നേടിയെടുക്കാൻ ശ്രമിക്കുന്നു. അണ്ടർഗോയിങ് അൺനെസറി മെഡിക്കൽ ട്രീറ്റ്മെന്റ്. ചിലർ എന്ത് ചെയ്യുന്നു? എനിക്ക് ഇൻഷുറൻസ് ക്ലെയിം ഉണ്ടെന്ന് കരുതി അസുഖം ഉണ്ടാകുന്നതിന് മുമ്പ് അനാവശ്യമായിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റ് എടുക്കുന്നു. ചെറിയ അസുഖത്തിനും പോയി അങ്ങ് അഡ്മിറ്റ് ആകുന്നു. ആ ഡോക്ടറെ കൊണ്ട് എല്ലാവിധ ടെസ്റ്റുകളും ചെയ്യിപ്പിക്കുന്നു. അങ്ങനെയുള്ള ആളുകളില്ലേ? എനിക്ക് ക്ലെയിം ഉണ്ട്, ഇപ്പോൾ 5 ലക്ഷം രൂപയുടെ ക്ലെയിം ഉണ്ടെന്ന് കരുതി അനാവശ്യമായിട്ടുള്ള ചെറിയ അസുഖം വരുമ്പോഴേ പോയി എന്ത് ചെയ്യുന്നു? അങ്ങ് അഡ്മിറ്റ് ആയി ചികിത്സിക്കും. കാര്യം എന്താണ്? മൊത്തം ആര് നോക്കിക്കോളും? ഇൻഷുറൻസ് കമ്പനി നോക്കിക്കോളും എന്ന് കരുതി അങ്ങനെ പോയി ചികിത്സിക്കണം. അത് നല്ലതാണോ? നല്ല പ്രവണതയാണോ? അല്ല. അതെന്തിനു ശേഷമാണ്? റിസ്ക് ചെറിയ അസുഖമാണെങ്കിൽ അത് ഉണ്ടായതിനു ശേഷമാണ് ഇങ്ങനെ പോയി ചെയ്യുന്നത്. ആണ് അണ്ടർഗോയിങ് അൺനെസറി മെഡിക്കൽ ട്രീറ്റ്മെന്റ്. ഇതൊക്കെയാണ് അതിന് എക്സാമ്പിൾ. അപ്പോൾ ഇൻഫ്ലേറ്റിംഗ് ഇൻഷുറൻസ് ക്ലെയിംസിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു, അൺനെസറി ആയിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്നു. ഓക്കെ, ഇതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത്രയുമാണ് എക്സാൻഡേ മോറൽ അസാഡ് ആൻഡ് എക്സ്പോസ്റ്റ് മോറൽ അസാഡ്. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.